നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിന് നേരിട്ട സാത്താന്യ പരീക്ഷകൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പിന്നെ അവൻ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ അടുക്കൽ ചെന്ന് നമുക്ക് മാതൃകയായി സ്നാനം സ്വീകരിച്ച സമയത്ത് പിതാവായ ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി യേശുവിൻ്റെ മേൽ ആവസിച്ചു. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ വളരെ സന്തോഷത്തോടെ ആ യോർദാൻ നദി വിട്ട് ഗലീലയിലേക്ക് വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ ഒരു മരുഭൂമിയിലേക്കാണ് നടത്തിയത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനാണ്. പിശാച് 3 പരീക്ഷകൾ യേശുവിന് മുമ്പിൽ വെച്ചു. യേശു ആ 3ഉം ജയിക്കാനിടയായി. നമുക്കറിയാം, ഏദൻ തോട്ടത്തിലെ പിശാചിൻ്റെ ആദ്യ പരീക്ഷ അത് ഭക്ഷണത്തോടനുബന്ധിച്ചായിരുന്നു. ഇവിടെയും ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. 40 ദിവസം യേശു ഉപവസിച്ചു, 40-ാം ദിവസം വിശന്നു. അപ്പോഴാണ് സാത്താൻ അടുത്തു എന്ന് പറയുന്നത്, ഈ കല്ലപ്പമായി തരാൻ കൽപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തിനു വേണ്ടി കുരിശിൽ യാഗമാകാൻ മാത്രമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ വന്ന ഉടനെ അതങ്ങ് ചെയ്താൽ മതി. എന്നാൽ നാം പിതാവായ ദൈവത്തെ, അതായത് യേശുവിനെ നാം കൈക്കൊള്ളുമ്പോൾ ദൈവമക്കളാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം നൽകി. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് പണ്ട് പിശാചിൻ്റെ മകനെന്നുള്ള പേരുണ്ടായിരുന്ന നാം ദൈവമകനായിട്ട് മാറുന്നു. അന്ന് തുടങ്ങി നാം ആ പിതാവിനെ, ദൈവത്തെ അനുസരിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. യേശു അതിന് മാതൃക കാണിക്കുകയായിരുന്നു. പിതാവിനെ അനുസരിച്ചുകൊണ്ട്, പിതാവിനോട് ചോദിച്ചുകൊണ്ട്, പിതാവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ പിതാവിൻ്റെ മോഹം ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് യേശു തെളിയിക്കുകയായിരുന്നു. പക്ഷേ നമ്മളെ ദൈവഹിതത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ഇച്ഛയിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. കാരണം ദൈവപ്രസാദം നഷ്ടമാകണം, ദൈവം നമ്മളെ ശിക്ഷിക്കണം, ദൈവം നമ്മളെ ഡെമോട്ട് ചെയ്യണം. അതാണ് പിശാചിന് ഇഷ്ടം. പക്ഷേ ദൈവവചനത്തിൽ ആശ്രയിക്കുക, ദൈവവചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് യേശുവിനെ പോലെ ജയിക്കാൻ കഴിയും എന്ന് യേശു ഇവിടെ തെളിയിക്കുകയാണ്. ബൈബിൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഇസ്രായേൽ മക്കള് പണ്ട് ഈജിപ്തിലായിരുന്നു 400 വർഷം. മോശ നിമിത്തം ദൈവം അവരെ വിടുവിച്ചു. അവര് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തി. പക്ഷെ അവിടെ അവരെ പരാജയപ്പെടുകയാണ്. പെറുപെറുപ്പും മത്സരവും വിഗ്രഹാരാധനയും
അനുസരണക്കേടും ഒക്കെ ഉണ്ടായതിനാൽ അവിടെ പലരും ശിക്ഷയേൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ യേശുവും നമുക്കറിയാം, ശിശുവായ യേശുവിനെ രാജാവ് കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതേ ഈജിപ്തിൽ ഇസ്രായേൽ മക്കൾ അടിമത്തം അനുഭവിച്ച ഈജിപ്തിൽ യേശുവും പോയി. അവിടെ നിന്ന് യേശു വന്നു. യേശു വന്നിട്ട് ഇസ്രായേൽ ചെങ്കടൽ കടന്നതുപോലെ യോർദാൻ നദിയിൽ യേശു മുങ്ങി. ഇസ്രായേൽ അതിനുശേഷം മരുഭൂമിയിൽ പോയതുപോലെ യേശുവും മരുഭൂമിയിൽ പോയി. ഇസ്രായേൽ പിശാചിന്റെ പരീക്ഷകളിൽ തോറ്റു, പക്ഷെ യേശു ജയിച്ചു. എന്താണിത് കാണിക്കുന്നത്? യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് പിശാചിന്റെ പ്രലോഭനങ്ങളെ ജയിക്കാനായിട്ട് സാധിക്കും. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവപ്രസാദം നേടി, ദൈവാനുഗ്രഹം നേടി അടിവെച്ച് ഉയരാനായിട്ട് സാധിക്കും എന്ന് യേശു ഇവിടെ തെളിയിക്കാനുണ്ടായത്. 3 പരീക്ഷകളാണ് പിശാച് കൊണ്ടുവന്നത്. നമുക്കറിയാം, പണ്ട് ഇയ്യോബിനെ പിശാച് പരീക്ഷിച്ചു. ദൈവത്തോട് പറഞ്ഞു, ഇയ്യോബ് ഭക്തനായിരിക്കുന്നത് നീ അവന് ചുറ്റും വേലി കെട്ടി അവന് മക്കളെയും അവന് സ്വത്തിനെയും അവന് ആരോഗ്യത്തെയും ഒക്കെ നൽകിയിരിക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ തിരിച്ചെടുത്താൽ ഇയ്യോബ് നിന്നെ തള്ളിപ്പറയും. ദൈവം പറഞ്ഞ അങ്ങനെയല്ല, അവനിൽ ദൈവാത്മാവുണ്ട്. അതുകൊണ്ട് പട്ടിണിയായാലും മക്കൾ മരിച്ചാലും സ്വത്തൊക്കെ പോയാലും അവന് ശരീരത്തിൽ രോഗം ഉണ്ടായാലും അവൻ പാട്ടുപാടും, അവൻ പ്രാർത്ഥിക്കും, അവൻ ആരാധിക്കും, അവൻ എന്നെ തള്ളിപ്പറയുകയില്ല. ഞാനവന് കൂലി കൊടുക്കുന്നത് കൊണ്ടും ഞാൻ അവന് വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ടും ഒന്നും അല്ല. അവന് സമൃദ്ധിയിൽ വലിയ സന്തോഷവും ഇല്ല, ഇല്ലായ്മയിൽ വലിയ ദുഃഖവും ഇല്ല. ദൈവം അവനോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് അവൻ്റെ സന്തോഷം. ഒരു കാര്യം ചെയ്തു, അവൻ്റെ സ്വത്തും അവൻ്റെ മക്കളെയും അവൻ്റെ ആരോഗ്യത്തെയും ഒക്കെ ഞാൻ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു. തിരിച്ചെടുക്കാനിടയായി. പക്ഷേ ഇതിലൊന്നും ഇയ്യോബ് പാപം ചെയ്തില്ല, ദൈവത്തെ പ്രതിയാക്കിയില്ല, കുറ്റപ്പെടുത്തിയില്ല. ഇതിലൊക്കെ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് മാത്രം ഇയ്യോബ് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ യേശു നമുക്ക് മാതൃകയായിത്തീരുകയാണ്. 1ാമത്തെ പരീക്ഷ കല്ലപ്പമാക്കുക എന്നുള്ളതാണ്. നീ ദൈവപുത്രനെങ്കിൽ, കാരണം സ്നാനസമയത്ത് പിതാവ് പറഞ്ഞത് ഇവനെൻ്റെ പ്രിയപുത്രൻ എന്നാണ്. പുത്രൻ എന്ന് പറഞ്ഞാൽ അധികാരമില്ലേ? അതാണ് പിശാച് ചോദിക്കുന്നത്. പുത്രൻ എന്നുള്ളതിന് അധികാരമല്ല, 1ാമത്തേത് അനുസരണമാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് പുത്രനെ കൊണ്ട് സാധിക്കേണ്ടത്. ഞാൻ പിതാവെങ്കിൽ, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ എന്നാണ് ദൈവം മലാഖി ചോദിക്കുന്നത്. അപ്പോൾ ദൈവം തീർച്ചയായിട്ടും മരുഭൂമിയിലേക്ക് ഉപവാസത്തിന് അയച്ചത് ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും 40 ദിവസം കഴിയുമ്പോൾ വിശക്കും ദൈവത്തിന് അറിയാം. ദൈവം പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് ഞാനൊരു കുറുക്കുവഴി തേടേണ്ടതില്ല എന്നുള്ളതിൽ യേശു ഉറച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം കൊണ്ട് ഒരു തൃപ്തിയും ഇൻസ്പിറേഷനും ഉണ്ടാകും. അതുപോലെ തന്നെ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നാലും ഉണ്ടാകും എന്ന് പറഞ്ഞു. പിശാച് അവിടെ തോറ്റു. യേശു ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാൻ തന്നെ തയ്യാറായി. 2ാമത് ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയിട്ട് ലോകത്തിലെ സകല മഹത്വങ്ങളും ക്ഷണനേരത്തിൽ കാണിച്ചിട്ട് പറഞ്ഞു, എല്ലാം എൻ്റെ കസ്റ്റഡിയിലാണ്, അതുകൊണ്ട് എന്നെ നമസ്കരിച്ചാൽ എല്ലാം തരാം. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ അത്രയും നമസ്കരിക്കാവൂ എന്നാണ് വാക്യം. അപ്പോൾ യേശു ആ വാക്യത്തിൽ ഉറച്ചു നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫോളോ ചെയ്യേണ്ടതിന് ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. അത് വായിക്കാനും ധ്യാനിക്കാനും അതിൽ ഉറയ്ക്കാനും നമുക്ക് സാധിച്ചാൽ പിശാചിൻ്റെ ഏത് പ്രലോഭനത്തെയും ജയിക്കാൻ നമുക്ക് സാധിക്കും. തോറ്റ പിശാച് 3ാമത് യേശുവിനെ ദേവാലയത്തിൻ്റെ അഗ്രത്തിലേക്ക് കൊണ്ടുപോയി, ഇവിടുന്ന് ചാടുകയാണെങ്കിൽ ദൂതന്മാർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും, അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിശാചിൻ ചിലപ്പോൾ വാക്യം എടുത്തു എന്ന് വരാം, പക്ഷെ നമ്മൾ അതിന് എതിരായിട്ടുള്ള വാക്യം ഉദ്ധരിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ എന്തിനാണ് ദേവാലയത്തിൻ്റെ അഗ്രത്തുനിന്ന് യേശു ചാടുക? ചാടിയാൽ തീർച്ചയായിട്ടും അദൃശ്യരായ ദൂതന്മാർ യേശുവിനെ താങ്ങുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. എന്തിനാണ് പിശാച് അങ്ങനെ പറഞ്ഞത്? അതായത് ദാനിയേലിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരു ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു എന്നാണ് വാക്യം. അത് ദൈവം മനുഷ്യനാകുന്ന കാര്യമാണെന്നാണ് യഹൂദന്മാർ വ്യാഖ്യാനിച്ചിരുന്നത്. യഹൂദന്മാരുടെ ചിന്താഗതി അതാണ്. ദൈവം ഒരു ചോരക്കുഞ്ഞായിട്ട് പിറക്കുകയല്ല, ദൈവം ഒരു ബാലനായിട്ടും ഒരു കൗമാരക്കാരനായിട്ടും
തച്ചുപണി ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയൊന്നുമല്ല, പട്ടിണി അനുഭവിച്ച് ജീവിക്കുകയല്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് ആകാശത്തിലൂടെ ഇങ്ങനെ വന്ന് ഇറങ്ങി വരികയാണ് ചെയ്യുക എന്നാണ് യഹൂദന്മാർ വിചാരിച്ചിരുന്നത്. അപ്പോൾ പിശാചിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർ വിശ്വസിക്കുന്നതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതാണ് അതിനെ ആ സ്റ്റാറ്റസ് കോ നിലനിർത്തുക, അതാണ് പിശാചിൻ്റെ പരിപാടി. ഇവിടെ യേശു മനുഷ്യൻ്റെ ചിന്താഗതിയെ നിലനിർത്താൻ ആഗ്രഹിച്ചില്ല. യേശു പറഞ്ഞു, ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു. അപ്പോൾ പിശാച് അതിനെതിരായിട്ടൊരു വാക്യം പറയാനില്ലാത്തതിനാൽ, അല്ലെങ്കിൽ അതവൻ അജ്ഞാതമായതിനാൽ യേശുവിനെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതം ദുഷ്കരമാണ്. കാരണം നമുക്കെതിരാളിയായ പിശാച് ഇവിടെയുണ്ട്. പ്രലോഭനങ്ങളൊക്കെ പിശാച് നൽകിയെന്ന് വരാം. ബൈബിൾ ആയുധമാണ്. ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും അത് മൂർച്ചയേറിയതാണ്. അതുകൊണ്ട് ആ ബൈബിൾ വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും അത് പിശാചിന് ചിന്തകൾക്കെതിരെ പ്രയോഗിക്കാനും സാധിച്ചാൽ യേശുവിനെ പോലെ വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.